മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ KSU MSF പ്രവർത്തകർ കസ്റ്റഡിയിൽ. മലബാറിൽ ആവശ്യത്തിന് +1 സീറ്റുകൾ ഉണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പിഴവുകൾ പരിശോധിക്കാൻ നടപടിയുമായി കേന്ദ്രം. സുതാര്യത ഉറപ്പാക്കാൻ 7-അംഗ ഉന്നതതല സമിതി രൂപീകരിച്ച വിദ്യാഭ്യാസ മന്ത്രാലയം. ഡോക്ടർ കെ രാധാകൃഷ്ണൻ സമിതി ചെയർമാൻ. 2 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. കോട്ടയം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ക്യാന്റീനിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ പുഴു. പരിശോധനയ്ക്ക് പിന്നാലെ ക്യാന്റീൻ അടച്ചുപൂട്ടി. പ്രവർത്തിച്ചത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണെന്ന് ആരോഗ്യവകുപ്പ്. കാസർഗോഡ് DCCയിലെ വിഭാഗീയതയിൽ നേതാക്കൾക്കെതിരെ KPCC നടപടി. ആരോപണ വിധേയരായ പ്രവർത്തകരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതായി കണ്ടെത്തൽ. നടപടി 2-അംഗ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ. മുഖ്യമന്ത്രിക്കെതിരെ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിലും വിമർശനം. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം ജനവിരോധത്തിന് കാരണമായെന്ന് കുറ്റപ്പെടുത്തൽ. നേതാക്കളുടെ മകൾ കച്ചവടം നടത്തി പണം ഉണ്ടാക്കുന്നു എന്ന പ്രചരണം അവമതിപ്പുണ്ടാക്കി. പെൻഷൻ കുടിശ്ശിക ഒരു വിഭാഗത്തെ എതിരാക്കിയെന്നും വിലയിരുത്തൽ. EP ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ നീക്കം. TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരെ പുറത്തിറക്കാൻ ആസൂത്രിത ശ്രമം. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് പോലീസിന് അയച്ച കത്തിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. ഗവർണറെ സമീപിക്കുമെന്ന് KK രമ MLA. സർക്കാർ നീക്കം കേരളത്തോടുള്ള വെല്ലുവിളിയെന്ന് പ്രതിപക്ഷ നേതാവ്. തിരുവനന്തപുരം വെള്ളറടയിൽ 13-കാരന്റെ മരണത്തിൽ ദുരൂഹത. വെള്ളറട സ്വദേശി അഭിലേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിൽ. പത്തനംതിട്ട മാങ്കുളത്ത് ഗോവണിയിൽ നിന്ന് വീണ് 2 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് മാങ്കുളം സ്വദേശി ഷബീർ സജന ദമ്പതികളുടെ മകൾ അസ്രാമറിയ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ KSU MSF പ്രവർത്തകർ കസ്റ്റഡിയിൽ. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിനെത്തിയാണ് മുഖ്യമന്ത്രി.